ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമാക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വചനം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ക്രിസ്തു തൻ്റെ അവസാന നാളുകളെക്കുറിച്ചും വരാനിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ഒരു പ്രവചനം കണക്കെ പറയുന്നൊരു സന്ദർഭത്തിൽ തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞ ഒരു സാദൃശ്യം, ഒരു ഉപമ, ഒരു പാരബിൾ ലാംഗ്വേജിൽ കർത്താവ് പറഞ്ഞ ഒന്ന്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 2 സന്ദർഭങ്ങളെയാണ് ക്രിസ്തു യോജിപ്പിക്കുന്നത്. ഒന്ന് പഴയ നിയമത്തിൽ സംഭവിച്ചത്, മറ്റൊന്ന് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മോശയുടെ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ സംഭവിച്ചതാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, ക്രൂശിൽ ഉയർത്തേണ്ടതാകുന്നു. അങ്ങനെയാണ് ഈ ലോകത്തിന് രക്ഷ വരുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഈ 2 സന്ദർഭങ്ങളെയും കൂടെ ജക്സ്റ്റപ്പോസ് ചെയ്ത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചില ആത്മീക സത്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ താല്പര്യപ്പെടുന്നു. എന്താണ് കുരിശനുഭവം, വാട്ട് ഈസ് ക്രോസ് എക്സ്പീരിയൻസ് എന്നുള്ളതിനെക്കുറിച്ച് ചില ധ്യാന വിചാരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാദ്യമായി മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആ ഒരു ഫ്രേസിൻ്റെ അർത്ഥം നമ്മളിന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സന്ദർഭം സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സസ് 4-9. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ കനാനിലേക്കുള്ള പ്രയാണമധ്യേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവർക്ക് ഏദോം എന്നൊരു നാടുവഴി കുറേ അധികം ചുറ്റി സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ബൈബിൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ പീപ്പിൾ ബിക്കെയിം ഡിസ്കറേജ്ഡ് ഓൺ ദ വേ. ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. സംഖ്യ 21:4. ദ പീപ്പിൾ ബിക്കെയിം ഡിസ്കറേജ്ഡ്, അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നു. ശരീരം ക്ഷീണിച്ചു എന്നല്ല, അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നു. മനസ്സ് ക്ഷീണിച്ചപ്പോൾ അവർ അവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. അവർ ചോദിച്ചു, 5-ാമത്തെ വാക്യം, മരുഭൂമിയിൽ മരിക്കേണ്ടതിനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? മിസ്രയീം ദേശത്ത് നിന്ന് ഞങ്ങളെ വിടുവിച്ചതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഞങ്ങൾക്ക് അപ്പമില്ല, വെള്ളമില്ല, ഇവിടെ ആഹാരമില്ല, ഈ ഇടം ഞങ്ങൾക്ക് വെറുപ്പാണ്. ഞങ്ങൾ എന്തിനാണ് ആ അടിമനുഖത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മനസ്സ് ക്ഷീണിച്ചവർ ദൈവത്തിന് വിരോധമായി അവർ പറഞ്ഞു. ജനമിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവകോപം ആ ജനത്തിൻ്റെ മേൽ വരികയും മരുഭൂമിയിൽ നിന്ന് സർപ്പങ്ങൾ എഴുന്നേറ്റ് ലക്ഷം വരുന്ന ഈ ജനത്തെ ഉപദ്രവിക്കാനും കടിക്കാനും തുടങ്ങി. 100 കണക്കിന് ആൾക്കാർ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരുഭൂമിയിൽ പിടഞ്ഞു വീണ് മരിച്ചു. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഇങ്ങനെ മരുഭൂമിയിൽ 100 കണക്കിന് ആൾക്കാർ ഇങ്ങനെ പിടങ്ങി മരിക്കുമ്പോൾ ഇവർ വീണ്ടും ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുറവാണ്, ഞങ്ങൾക്കിങ്ങനെ അവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ പറയേണ്ടി വന്നു, അതുകൊണ്ട് ഈ സർപ്പത്തിൻ്റെ പിടിയിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് മോശ മുഖാന്തരം അവർ നിലവിളിച്ചപ്പോൾ ദൈവം ഒരു റെമഡി പറഞ്ഞു കൊടുത്തു. ആ റെമഡിയാണ് മരുഭൂമിയിൽ തന്നെ ഉള്ള ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി, ഒരു ലോഹത്തിൽ ഉണ്ടാക്കി, അതിനെ ഒരു കൊടിമരത്തിൽ തൂക്കിയിടുക. എന്നിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ ഇനി ആർക്കെങ്കിലും സർപ്പത്തിൻ്റെ കടിയേറ്റാൽ അവർ ഈ അഗ്നിസർപ്പത്തിൽ, കൊടിമരത്തിൽ തൂക്കിയിട്ട ഈ അഗ്നിസർപ്പത്തിൽ നോക്കിയാൽ അവർ രക്ഷപ്പെടും. ഇതാണ് മോശ കൊടുത്ത ഒരു റെമഡി. ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇതാണ് കർത്താവ് മനസ്സിൽ, ഇതാണ് ബാക്ക്ഡ്രോപ്പിലുള്ളത്. സംഖ്യാപുസ്തകം 20 നമ്പേഴ്സ് ചാപ്റ്റർ 21 ഈ സംഭവത്തെ മനസ്സിൽ വെച്ചിട്ട് കർത്താവ് പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സംഖ്യ 21 ഈ ജനത്തിന് ഇങ്ങനൊരു ദുരവസ്ഥ വരാനുള്ള കാരണം എന്താണ്? വൈ ദിസ് ഹാപ്പൻഡ്? അതിന് ബൈബിൾ പറയുന്ന ഉത്തരം,
അവരുടെ മനസ്സ് ക്ഷീണിച്ചു. ദേ ബിക്കേം ഡിസ്കറേജ്ഡ്. അവരുടെ മനസ്സ് ക്ഷീണിച്ചു. മനസ്സ് ക്ഷീണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, അവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു, ദൈവത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി. ഇതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുക. പ്രിയമുള്ളവരെ, 40 വർഷം ദൈർഘ്യമുള്ള ഈ മരുഭൂമി യാത്രയാണ് അവരുടെ മനസ്സ് ക്ഷീണിപ്പിക്കാനുള്ള കാരണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, ക്ഷയിപ്പിക്കുന്ന, അതിനെ ഊർജമില്ലാതാക്കി മാറ്റുന്ന, ഡിസ്കറേജ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. എന്താണ് ഈ മരുഭൂമി അനുഭവം? എന്താണ് അതിൻ്റെ അർത്ഥം? ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഒരു നോവൽ ഇറങ്ങി. ആ നോവലിൻ്റെ പേര് ആടുജീവിതം എന്നാണ്. ഗോട്ട് ലൈഫ്. അതിപ്പോൾ മൂവിയാക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതൊരു നോവലാണ്. നജീബ് എന്നൊരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി ഏതൊക്കെയോ വൈതരണികളിൽപ്പെട്ട് ജീവിതം തന്നെ നശിപ്പിച്ചൊടുവിൽ ആടുകൾക്കിടയിൽ ജീവിച്ച് അവിടെ അതിജീവിച്ച ഒരു കഥ പറയുന്ന ഒരു സർവൈവൽ കഥയാണ് ഈ ആടുജീവിതം, ഗോട്ട് ലൈഫ് എന്ന് പറയുന്ന ഈ നോവൽ. ഈ നോവലിൽ എന്താണ് മരുഭൂമി, എന്താണ് മരുഭൂമി എന്നുള്ളതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും 4 മരുഭൂമി അനുഭവങ്ങൾ, 4 മരുഭൂമി അനുഭവങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ അനുഭവം ഇങ്ങനെയാണ്. മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത, കാലാവസ്ഥ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മാറുന്നൊരിടത്തിൻ്റെ പേരാണ് മരുഭൂമി. ഇന്ന് കഠിനമായ ചൂട്, ഒരു കാറ്റ് വന്ന് മറഞ്ഞു പോകുമ്പോൾ കഠിനമായ ശൈത്യം, പെട്ടെന്ന് കാലാവസ്ഥ മാറും. ഇതാണ് ഒന്നാമത്തെ മരുഭൂമി അനുഭവം. അപ്രതീക്ഷിതമായി, നനയാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് ചേഞ്ചസ്, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ട്രാൻസിഷൻസ് ഉണ്ടാകുന്നു, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വളരെ ചൂടുണ്ട്, വീശി നിൽക്കുന്നു, നാളെ കമ്പിളി പൊതച്ച് കിടക്കേണ്ടി വരുന്നു. എന്താണ് മരുഭൂമി അനുഭവം? എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മാറ്റങ്ങൾ മരുഭൂമി അനുഭവമാണ്. അതെൻ്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കും. പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നു. ഞാൻ മുമ്പിരുന്നൊരു പള്ളിയിൽ 23 വയസ്സായൊരു ചെറുപ്പക്കാരൻ MBA കഴിഞ്ഞു. ഒരു കമ്പനിയിൽ അവന് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. പെട്ടെന്നൊരു ഉദരവേദന, നാളെ ബാംഗ്ലൂർ ട്രെയിനിൽ കയറി പോകേണ്ടതാണ്. പെട്ടെന്നൊരു ഉദരവേദന. അടുത്തുള്ള ആശുപത്രിയിൽ പോയി. ആ ഡോക്ടർ പറഞ്ഞു ഫർദർ എക്സാമിനേഷൻ വേണം. കുറച്ചുകൂടെ അടുത്ത ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക. അടുത്ത ഫർദർ എക്സാമിനേഷൻസ് നടത്തി പറഞ്ഞു ക്യാൻസറാണ്. മരുഭൂമി അനുഭവം പെട്ടെന്ന് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങൾ നമുക്ക് താങ്ങാനാകാത്ത ഒന്നാണ്. അതാണ് ഈ ഒന്നാമത്തെ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്. നമ്പർ 2, മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത, തണലുകളില്ലാത്ത ഇടം. വിശ്രമ സങ്കേതങ്ങളില്ല, തളർന്നു പോകും. എന്താണ് അത്? ജീവിതവുമായി ബന്ധം. ഭ്രാന്തമായ തിരക്ക്, നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. തണലുകളില്ല, റെസ്റ്റിംഗ് പ്ലേസസ് ഇല്ല, സങ്കേത നഗരങ്ങളില്ല, ഓട്ടത്തോടോട്ടം. തണലുകളില്ല, വിശ്രമ സങ്കേതങ്ങളില്ല. ഇങ്ങനെ ഭ്രാന്തമായ തിരക്കുകൾ പിടിച്ചുള്ളൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് മരുഭൂമി അനുഭവം. അതെന്ത് ചെയ്യും? മനസ്സിനെ ക്ഷീണിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തിൻ്റെ അനുരണനങ്ങൾ ഉളവാക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്പർ 3, മരുഭൂമി ഒരു കാടാണ്. ഞാൻ ആദ്യമായിട്ടാണ് നോവലിൽ അങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടത്. മരുഭൂമി ഒരു കാടാണ്. ജീവജാലങ്ങളുടെ വലിയൊരു വ്യൂഹം തന്നെ മരുഭൂമിയിലുണ്ട്. പാമ്പുകൾ, പഴുതാരകൾ, ചെന്നായ്ക്കൾ, ഇങ്ങനെ മരുഭൂമിയുടേതായ വന്യതകളുണ്ട്. ആ നോവലിൽ പറയുന്നു, നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന പാമ്പിൻ്റെ 10 ഇരട്ടി വിഷമാണ് മരുഭൂമിയിലെ പാമ്പുകൾ. മാത്രമല്ല, മരുഭൂമിയിലെ പാമ്പുകളുടെ പ്രത്യേകത, നമ്മുടെ നാട്ടിൽ 1-2 പാമ്പ് വരുമെങ്കിൽ മരുഭൂമിയിൽ 100 കണക്കിന് പാമ്പുകൾ ഒരുമിച്ചാണ് വരിക. അതാണ് മരുഭൂമിയുടെ പ്രത്യേകത. അത് കഥയല്ല കേട്ടോ, സത്യമാണ്. 100 കണക്കിന് പാമ്പുകൾ മരുഭൂമിയിൽ പാമ്പുകളുണ്ട്. ഞാൻ അപ്പോഴാണത് മനസ്സിലാക്കിയത്. അത് മോശയുടെ കാലഘട്ടത്തിൽ ലക്ഷം വരുന്ന ജനതയെ കുറേ പാമ്പുകൾ വന്ന് ആക്രമിച്ചെന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. മരുഭൂമിയിൽ അതുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, പെട്ടെന്ന് നമ്മെ തളർത്തുന്ന എക്സ്റ്റേണൽ ചലഞ്ചസ്,
പ്രതീക്ഷിക്കാതെ വരുന്ന, പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ ചലഞ്ചസ്, അതുള്ള ഒരു സ്ഥലം ജീവിതത്തിൽ അതുണ്ട്. അത് മരുഭൂമി അനുഭവമാണ്. മരുഭൂമി അനുഭവമാണ്. നമ്പർ 4, മരുഭൂമിയുടെ 4ാമത്തെ പ്രത്യേകത, എത്ര നടന്നാലും അവസാനിക്കാത്ത അനന്തത. എത്ര നടന്നാലും ഒരറ്റം കാണാൻ പറ്റില്ല, ഒരറ്റം കാണാൻ പറ്റില്ല. എത്ര നടന്നിട്ടും തീരുന്നില്ല. നടത്തത്തിനിടയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. മണൽക്കൂന, മണൽക്കാറ്റ്, മരീചിക, ഇതെല്ലാം മരുഭൂമിയിലെ ചലഞ്ചസാണ്. ഈ മണൽക്കാറ്റിലൊക്കെ പെട്ടുപോയാൽ ജീവിതം തന്നെ ഹോമിക്കപ്പെടാം. മരീചിക എന്ന് പറഞ്ഞാൽ ഒരു മിറേഡ്, ഒരു ചതിയാണത്. അതൊരു ചതിയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലും എത്ര അധ്വാനിച്ചിട്ടും നേടുന്നില്ല, എത്ര നടന്നിട്ടും തീരുന്നില്ല, ഇതിനിടയിൽ പിഴച്ചു എന്ന തോന്നലുകൾ, ഇങ്ങനെ മനസ്സ് ക്ഷീണിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഈ 4 ഡെസേർട്ട് എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സും ക്ഷീണിക്കാം. നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ അവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങളും പറയാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ? ഇതിന് ബദലുണ്ടോ? ആൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരു വാക്യം വായിക്കാം. റോമർ 4:19-20. റോമൻസ് ചാപ്റ്റർ 4:19-20. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് പിറക്കുമെന്ന് വാഗ്ദത്തം കേട്ടപ്പോൾ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാമിൻ്റെ മനസ്സ് ക്ഷീണിച്ചില്ല. ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചപ്പോൾ അവർ അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ ഉയർത്തി. അവർ മരണത്തിലേക്ക് നിബദിച്ചു. മനസ്സ് ക്ഷീണിച്ച് മരണത്തിലേക്ക് വഴുതി വീണവർക്ക് ദൈവം കൊടുത്ത റെമഡിയാണ് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ താമ്രസർപ്പം. ഇത് കണ്ടിട്ട്, ഇതിനെ മനസ്സിൽ വെച്ചിട്ട് കർത്താവ് പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഈ മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പവും ക്രിസ്തു ക്രൂശിൽ തൂക്കപ്പെട്ടതും ഉയർത്തപ്പെട്ടതും ക്രിസ്തു ക്രൂശിൽ ഉയർത്തപ്പെട്ടതും തമ്മിൽ എന്താണ് ബന്ധം? ഇത് നമ്മൾ എങ്ങനെയാണ് ഒന്നു ചേരുന്നത്? ഇതൊരു പ്രതീകമായി മാറുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മളിന്ന് വളരെ ചുരുക്കമായി ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ക്രോസ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ ചുരുക്കമായി ചിന്തിക്കുന്നു. നമ്പർ 1, ഒന്നാമത്തെ കുരിശനുഭവം, ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ക്രോസ് ഈസ് എൻ ആൻസർ. കുരിശ് ഒരു ഉത്തരമാണ്. ക്രോസ് ഈസ് എൻ ആൻസർ. കുരിശ് ഒരു ഉത്തരമാണ്. സംഖ്യാപുസ്തകം 21 ദൈവമേ, ഞങ്ങൾ പിഴച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ വായിൽ നിന്ന് അറിയാതെ അവിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ വന്നു, ഞങ്ങളുടെ പാപത്തെ ഞങ്ങളോട് ക്ഷമിക്കണമേ, പാപത്തിൻ്റെ വിഷലിപ്തത ബാധിച്ചവരാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് അന്ന് മോസസ് കൊടുത്ത ഉത്തരമാണ്, നോക്കിക്കോ, ഒരു താമ്രസർപ്പം ദാ തൂക്കിക്കിടപ്പണം, നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു. അന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആ വലിയ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അന്ന് കൊടുത്ത ഉത്തരമാണെന്ത്? ഉയർത്തപ്പെട്ട താമ്രസർപ്പം. അങ്ങനെയാണ് എങ്കിൽ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രാർത്ഥനയല്ല, യുഗായുഗങ്ങൾ കൊണ്ട് മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന അന്ധതയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ചങ്ക് പുളർന്ന് കണ്ണ് നിറഞ്ഞ് കരങ്ങൾ കൂപ്പി മനുഷ്യന്മാർ വിളിക്കുന്നു, ദൈവമേ രക്ഷിക്കണമേ. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്. ആൻഡ് ദാറ്റ് ആൻസർ ഈസ് ക്രോസ്. ആ ഉത്തരമാണ് കുരിശ്. എന്തുകൊണ്ട്? എബ്രായർ ഹീബ്രു 9:26 അവൻ സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തി. പ്രിയമുള്ളവരെ, കുരിശൊരു ഉത്തരമാണ്. എന്താണ് ആ ഉത്തരം? എപ്പോഴും നിങ്ങൾ കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശ് നിങ്ങളോട് പറയുന്നു, നിനക്ക് മാപ്പുണ്ട്, യു ആർ ഫർഗിവൺ. നിനക്ക് മാപ്പുണ്ട്, യു ആർ ഫർഗിവൺ. നിനക്ക് മാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏതു സന്ദർഭത്തിൽ നിന്നും
ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. നിനക്ക് മാപ്പുണ്ട്, നിനക്ക് മാപ്പുണ്ട്. ഈ സൂഫി പാരമ്പര്യങ്ങളിൽ, സൂഫി കഥകളിൽ ഈ പക്ഷിമാനസം എന്നൊരു സങ്കല്പമുണ്ട്. എന്ന് പറയുക, ഏതെങ്കിലും ചാറ്റൽ മഴയിൽ ഒരു പക്ഷി ഇങ്ങനെ പെട്ടുപോയാൽ അതെങ്ങനെയെങ്കിലും പറന്ന് ഒരു മറയത്ത് വന്നിരുന്നിട്ട് തൻ്റെ കൊക്ക് കൊണ്ട് കൊത്തി ആ തൂവലിലുള്ള വെള്ളത്തെ ഇങ്ങനെ തെറിപ്പിച്ച് കളയും. എന്തിനാണെന്നറിയാമോ? ഈ വെള്ളത്തിൻ്റെ ഭാരം കൊണ്ട് അതിന് പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊത്തി തൂവലുകളുടെ വെള്ളത്തെ ഇങ്ങനെ തെറിപ്പിച്ച് കളയുമ്പോൾ അതിന് ഉയരത്തിൽ പറക്കാൻ പറ്റും. നിങ്ങൾ കുരിശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ ഇന്നലകളിൽ നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന, ജീവിതത്തെ ഭരിക്കുന്ന ഈ പാപാവസ്ഥകളെ ഒന്ന് കൊത്തിപ്പറിച്ച് ദൂരക്കളയൂ. നിനക്ക് മാപ്പുണ്ട്, യു ആർ ഫർഗിവൺ. കൂടുതൽ ഉയരത്തിൽ പറക്കാൻ അത് നിങ്ങൾക്ക് കരുത്തും കൃപയും നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞു, കുരിശൊരു ഉത്തരവാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചൊരു ഉത്തരമാണ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. എന്തായിരുന്നു ആ പ്രാർത്ഥന? ഗത്സമനയിലെ പ്രാർത്ഥന എവിടെ ഇരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, ഹൃദ്യമാണ് അല്ലേ? എന്താണ്? ക്രിസ്തു ഉള്ളിലെ രക്തം വിയർപ്പായി ചിന്തി തൻ്റെ പിതാവിൻ്റെ സവിധത്തിൽ നിത്യമായി പ്രാർത്ഥിച്ചു, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും അത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ തന്നെ ആകണം എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പ്രാർത്ഥനയ്ക്ക് ക്രിസ്തുവിന് മറുപടി കിട്ടിയോ? ക്രിസ്തുവിന് ആൻസർ കിട്ടിയോ? ഈ പ്രാർത്ഥനയ്ക്ക് ക്രിസ്തുവിന് മറുപടി കിട്ടിയോ? നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഈ പ്രാർത്ഥനയ്ക്ക് ക്രിസ്തുവിന് മറുപടി കിട്ടിയോ? കിട്ടി. എന്താണ് ആ മറുപടി? ക്രിസ്തുവിന് കിട്ടിയ ആൻസർ എന്താണ്? അത് ബൈബിളിൽ പറയുന്നുണ്ട്. വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സസ് 7, 8 and 9. എബ്രായർ 5-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. അവിടെ മറുപടി ഇങ്ങനെ പറയുന്നത്: ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മലയാളം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത്? ക്രിസ്തു പ്രാർത്ഥിച്ചത് മരണത്തിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട്. മരണത്തിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് കർത്താവ് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഉറച്ച നിലവിളിയോട്. ചെറിയ പ്രാർത്ഥനയല്ല, ഉറച്ച നിലവിളിയോട്. ദൈവമേ, ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിച്ചു. അടുത്ത് പറയുന്നു, ഉത്തരം ലഭിച്ചു. അതിനുത്തരം കിട്ടി. അതിൻ്റെ അടുത്ത സെൻറ്റൻസ് എന്താണ്? ആ ഉത്തരം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ ദൈവത്തിൻ്റെ പുത്രനാണ് കേട്ടാ, പക്ഷെ പുത്രനെങ്കിലും നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനാകണം. നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിലും അനുസരണം പഠിച്ച് തികഞ്ഞവനാകണം. തികഞ്ഞവനാകണം, പെർഫെക്റ്റ് ആകണം. എങ്ങനെ പെർഫെക്റ്റ് ആകണം? അനുസരണം പഠിച്ച്, അനുസരണം പഠിച്ച്. Through the pain of obedience, you are going to become a perfect man. Through the pain of obedience. Pain of obedience. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:8 പറയുന്നത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുരിശൊരുത്തരമാണ്. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ പല സന്ദർഭങ്ങളിലും ക്രോസ് ഒരു ഉത്തരമാണ്. ക്രോസ് ഈസ് എൻ ആൻസർ. ക്രോസ് ഈസ് എൻ ആൻസർ. ഹൗ? എങ്ങനെ? സാധാരണ പറയാറുണ്ട്, കുരിശ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു മനുഷ്യൻ നേരെ നിന്നിട്ട് കൈകളിങ്ങനെ വിരിച്ച് പിടിച്ചാൽ ഉണ്ടാകുന്ന ഈ ജസ്റ്ററിൻ്റെ പേരാണ് കുരിശ്. അപ്പോൾ അതുകൊണ്ട് ക്രോസിനൊരു ഡെഫിനിഷനുണ്ട്. മോസ്റ്റ് എക്സ്റ്റെൻഡഡ് കുരിശ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ദൈവസന്നിധിയിൽ? അങ്ങനെ നിന്ന കുറേ പേരുണ്ട് കേട്ടോ ബൈബിളിൽ. അങ്ങനെ നിന്ന കുറേ പേരുണ്ട്. ഒരു ഉദാഹരണം, ഒരു അടുക്കള കിച്ചൺ. അവിടെ ഒരു 15 വയസ്സുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.
ആ കുട്ടിക്ക് അപ്രതീക്ഷിതമായി ഒരു അഭൗമ ദർശനം, ഒരു സൂപ്പർ നാച്ചുറൽ വിഷൻ ആ കുട്ടിക്കുണ്ടായി. ആ കുട്ടിയോട് ആ വിഷനിൽ പ്രത്യക്ഷപ്പെട്ട ഏഞ്ചൽ പറഞ്ഞു, എടി പെണ്ണേ, നീ ഗർഭിണിയാവണം കേട്ടോ, നീ ഗർഭിണിയാകണം. അയ്യോ, വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, കർത്താവേ, വാക്കൊന്നും പറഞ്ഞില്ല, ദൈവമേ നീ ഗർഭിണിയാവണം. അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും? ആശ്ചര്യത്തോടെ ചോദിച്ചു. ഉത്തരം വന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭിണിയാകണം, നീ ഗർഭിണിയാകണം. ആ പെൺകുട്ടിയുണ്ടല്ല, ഒട്ടും അമാന്തിച്ചില്ല. അടിയനിതാ, എടുത്തോ, ക്രോസ് ഈസ് ആൻ ആൻസർ. അടിയനിതാ, എടുത്തോ, എടുത്തോ. നിങ്ങളെപ്പോലെ ഒരാൾ എൻ്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഈ തമിഴ്നാട്ടിലെ കൊയറൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തൊരു കൊയറാ, ഭയങ്കര കൊയറാണ് തമിഴ്നാട്ടിലെ പള്ളികളുടെ കൊയറൊക്കെ. ഇതുപോലെ ഭയങ്കര ഗംഭീരമായ ആരാധന, ഗംഭീരമായ പാട്ട്. ആ പാട്ടിങ്ങനെ ദൂതന്മാർ പാടുന്ന പോലൊരു പാട്ട്. ആ പാട്ട് കേട്ടിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് മാത്രം ഒരു ശബ്ദം കേട്ടു, ആരാണ് എനിക്ക് വേണ്ടി പോവുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക. അയാൾ മാത്രം കേട്ടു ആ ശബ്ദം. അയാൾ എന്താ പറഞ്ഞേ? അടിയനിതാ, അടിയനയക്കേ, അടിയൻ. മനസ്സിലായി ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാ? ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യെശയ്യാവ് 6. യെശയ്യാവ് തന്നെ തമിഴിൽ വേറെന്തോ ആണല്ലേ? ഓക്കെ, പ്രോഫറ്റ് ഐസയ. ഓക്കെ, പരിഹരിക്കപ്പെട്ടല്ലോ. പ്രോഫറ്റ് ഐസയ ചാപ്റ്റർ 6. അടിയനിതാ, അടിയനിതാ, അടിയൻ അയക്കണമേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഏതെല്ലാം മനുഷ്യന്മാർക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആഹ്വാനങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിക്കാൻ പറ്റുന്നോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുരിശ് ഒരു ഉത്തരമാണ്. ക്രോസ് ഈസ് ആൻ ആൻസർ. കുരിശൊരു ഉത്തരമാണ്, കുരിശൊരു ഉത്തരമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുരിശൊരു ഉത്തരമായി മാറുന്നു. നിങ്ങൾക്കൊരു സജഷൻ ഞാൻ തരികയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി 2 സാമുവേൽ ചാപ്റ്റർ 15 നന്നായിട്ടൊന്ന് വായിക്കണം. 2 സാമുവേൽ ചാപ്റ്റർ 15. അവിടെ സംഭവിച്ചത് ഒരു വീട്ടിൻ്റെ അകത്ത് കിടന്നൊരു പ്രശ്നമാണ്. അവിടെ എന്താണ് പ്രശ്നം? ദാവീദിൻ്റെ മകനും ആയ അബ്ശലോമും തമ്മിൽ പിണക്കമായി. ഓക്കെ, പ്രശ്നം എന്താണ്? ദാവീദിൻ്റെ കാലത്തിന് ശേഷം ആർക്കാണ് ഈ കസേര? അതാണല്ലോ പ്രശ്നം ഇവിടെ. ആർക്കാണ് ഈ കസേര പോവുക? അബ്ശലോം പറഞ്ഞ് എനിക്ക് വേണം, ശലോമോൻ പറഞ്ഞ് എനിക്കും വേണം. ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടായി. പക്ഷേ ദാവീദിന് ഇഷ്ടം, ദൈവത്തിനും ഇഷ്ടം ശലോമോന് കൊടുക്കുകയാണ്. അത് അബ്ശലോമിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അപ്പനും മോനും തമ്മിൽ അടിയായി. ഒടുവിൽ മകനെ പേടിച്ചിട്ട് അപ്പന് വീട് വിടേണ്ടി വന്നു. ആ അപ്പൻ ഓടി 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 ഒലിവുമലയിലേക്ക് എത്തി. ഒലിവുമലയിലേക്ക് എത്തിയിട്ട് ആ അപ്പൻ ആ വിഷമതയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് നമ്മൾ 2 ശമൂവേൽ 15 അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും, അല്ല എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്നാണ് അവൻ പറയുന്നതെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം, ഇതാ ഞാൻ ഒരുക്കം. ക്രോസ് ഈസ് ആൻ ആൻസർ. കുരിശ് ഉത്തരമായി മാറുന്നത് ഇവിടെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കുരിശ് ഒരു ഉത്തരമായി മാറുന്ന അനുഭവത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കഥ. മലയാളത്തിലെ ഒരു പ്രസിദ്ധമായൊരു കഥയാണ്. ഒരു അമ്മയും മോനും തമ്മിലുള്ളൊരു കഥയാണ്. ഒരു നിവൃത്തിയില്ലാത്തൊരു വീടാണ്. വീടുകളിലൊക്കെ പോയി പാത്രമൊക്കെ കഴുകി ഉപജീവനം കണ്ടെത്തുന്ന ഒരു പാവം അമ്മ. തൻ്റെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ പഠിപ്പിക്കാനുള്ള കാശില്ല, നിവൃത്തിയില്ല. ഒരു ദിവസം ഒരു കടയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വന്തം മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അമ്മയും മോനും കൂടെ കടയിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ ഈ മകൻ ചോദിച്ചു, അമ്മ എൻ്റെ ഷർട്ടെല്ലാം കീറിയിരിക്കുന്നു, എനിക്ക് പുതിയൊരു ഷർട്ട് വാങ്ങിത്തരൂ. അമ്മയ്ക്ക് ദേഷ്യം വന്നു. മിണ്ടാതിരുന്നോളണം. ജീവിതത്തിൻ്റെ 2 അറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് നിനക്ക് കണ്ട, പിന്നെയാണ് നിനക്ക് രണ്ടാമത് പുതിയൊരു ഷർട്ട് ഞാൻ വാങ്ങിത്തരിക, എൻ്റെ കാശൊന്നുമില്ല. അമ്മ ശകാരിച്ചു. ഈ കുട്ടിയും തിരിച്ചെന്തൊക്കെ പറഞ്ഞു. അമ്മയും മോനും തമ്മിൽ ഇങ്ങനെ തർക്കിക്കുന്നത് ഒരു ലോട്ടറി കച്ചവടക്കാരൻ കാണുന്നു. തർക്കമെല്ലാം കഴിഞ്ഞ് അമ്മ അങ്ങ് കടയ്ക്കകത്തേക്ക് പോയപ്പോൾ ആ കൊച്ചനെ ലോട്ടറിക്കാരൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ ലോട്ടറി ടിക്കറ്റ് ഉണ്ട്,
നീ എന്നോടൊപ്പം ചേർന്ന് വിൽക്കുകയാണെങ്കിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ കുറച്ച് ഞാൻ നിനക്ക് തരാം. അവൻ അഗ്രി ചെയ്തു. കുറേ ലോട്ടറിയൊക്കെ ആയി അദ്ദേഹത്തിനും കൊടുത്തു, ഈ കൊച്ചിനും കൊടുത്തു. അവന് ലോട്ടറിയൊക്കെ വിറ്റു. 5 രൂപ 10 രൂപയൊക്കെ കയ്യിൽ വന്നു. കിട്ടിയ കാശെല്ലാം അവൻ ശേഖരിച്ചു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ. എന്താണ്? എനിക്കൊരു ഷർട്ട് വാങ്ങിക്കണം. ആ സ്വപ്നം. എനിക്കൊരു ഉടുപ്പ് വാങ്ങിക്കണം, പുതിയൊരു ഉടുപ്പ് വാങ്ങിക്കണം. അങ്ങനെ കളക്ട് ചെയ്ത് ലോട്ടറി വിറ്റ് കളക്ട് ചെയ്ത് കുറേ കാശായി. ഷർട്ട് വാങ്ങിക്കാനുള്ള കാശായി. ഈ കാശുമായിട്ട് അവൻ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി തെരുവിലേക്ക്, കമ്പോളത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകുന്നതിനിടയിൽ അവൻ്റെ മനസ്സിൽ മൊത്തം വന്ന അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. കാര്യം ഇന്നലെ അവരുടെ വീട്ടിൽ ഒരു മൺചട്ടി ഉണ്ടായിരുന്നു. ആ മൺചട്ടി പൂച്ച തട്ടിയിട്ട് പൊട്ടിച്ച് കളഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഒരു അലുമിനിയം കലം വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതൊക്കെ അവനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. കുറേ ദൂരം പോയപ്പോൾ അവൻ കണ്ടത് ഷർട്ടല്ല, തെരുവിൽ ആരോ കുറേ കലം വിറ്റുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കഥ മറന്നുപോയി. എന്നിട്ട് അവൻ ആ കലം വാങ്ങി. എന്നിട്ട് ആ കലത്തിൽ കഞ്ഞി വയ്ക്കാൻ കുറേ അരിയും വാങ്ങി. എല്ലാം കൂടെ വാങ്ങിയപ്പോൾ പൈസയും തീർന്നു. ഇതെല്ലാം കൂടെ പൊതിഞ്ഞു പറക്കി അവൻ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഷർട്ട് കാണാൻ വേണ്ടിയുള്ള ആവേശത്തിലാണ് തുറന്നപ്പോൾ അമ്മ കണ്ടത് കലവും അരിയും പലവ്യഞ്ജനമാണ്. അമ്മ വാവിട്ട് കരഞ്ഞുപോയി. മക്കളെ, നീ എന്തിനാടാ ഇതൊക്കെ വാങ്ങിയത്? ഷർട്ട് വാങ്ങിക്കാൻ കൊതിച്ചിട്ടല്ലേ നീ ഇത്രയൊക്കെ അധ്വാനിച്ചത്? നീ എന്തിനാണ് ഇതൊക്കെ വാങ്ങിയത്? അമ്മ വാവിട്ട് കരയുന്നു. ഈ കൊച്ചൻ പറഞ്ഞു, അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ വാങ്ങിയത്. പ്രിയമുള്ളവരെ, അവനവൻ്റെ ആശകൾക്ക് ചായം പൂശുന്നതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് ചാഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് ക്രോസ്. നമ്മുടെ സ്വപ്നങ്ങൾക്കും താല്പര്യങ്ങൾക്കും നിറം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്നവൻ്റെ ഇഷ്ടങ്ങൾക്ക് നിരുപാധികമായി വിധേയപ്പെടുന്ന ഒരനുഭവത്തിൻ്റെ പേരാണ് കുരിശനുഭവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, നിങ്ങളെ ക്രൂശോളം സ്നേഹിച്ചവൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടാനും അടിയനിതാ എന്ന് പറയാനും നമുക്ക് എത്രയാണ് കരുത്തും കെൽപ്പുമുള്ളത്? കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആൻസറായി മാറട്ടെ, ഒരു ഉത്തരമായി മാറട്ടെ. നമ്പർ 2, എന്താണ് കുരിശനുഭവം? ക്രോസ് ഈസ് ദ സോഴ്സ് ഓഫ് ഹീലിംഗ്. സൗഖ്യത്തിൻ്റെ സ്രോതസ്, സോഴ്സ് ഓഫ് ഹീലിംഗ്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട താമ്രസർപ്പം, ആ സർപ്പത്തിൻ്റെ വിഷം തീണ്ടിയവരെല്ലാവരും ഉയർത്തപ്പെട്ട സർപ്പത്തിൽ നോക്കി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് എങ്കിൽ കാലമധ്യേ ലോകമധ്യേ ഉയർത്തപ്പെട്ട ഒരു കുരിശുണ്ട്. ആ കുരിശിൽ നോക്കുന്നവരെല്ലാം സൗഖ്യപ്പെടുന്നു. എന്തുകൊണ്ട്? 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വി ആർ ഹീൽഡ്. നിങ്ങൾക്ക് സൗഖ്യം കിട്ടും എന്നല്ല, വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹീൽഡ് ഓൾറെഡി. നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്താണ് ഈ സൗഖ്യം? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. കുരിശ് a source of healing, സൗഖ്യത്തിൻ്റെ സ്രോതസ്സാണ്. കുരിശ് സൗഖ്യത്തിൻ്റെ സ്രോതസ്സാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് രോഗം എന്ന് മനസ്സിലാക്കണ്ടേ? എന്താണ് രോഗം? സാധാരണ നമ്മുടെ പനിയും ജലദോഷം മാറ്റുന്ന ഒന്നല്ല കുരിശ്. പിന്നെ എന്താണ് കുരിശ്? എന്താണ് കുരിശ് നൽകുന്ന സൗഖ്യം? എന്താണ് രോഗം? വായിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം, ഐസയ chapter 1 verse 5 and 6. യെശയ്യാവ് 1:5-6 വാക്യങ്ങൾ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഓക്കെ, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഐക്യവും അടിച്ചുപോയി, ഈക്യവും അടിച്ചുപോയി. തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും രോഗം, രണ്ടിനും കുഴപ്പമായി. ഓക്കെ, നമ്മുടെ ആലോചനയിൽ, നമ്മുടെ വിചാരങ്ങളിൽ രോഗം. ഓക്കെ, നമ്മുടെ ഹൃദയബന്ധങ്ങളിൽ രോഗം, നമ്മുടെ വൈകാരിക തലങ്ങളിൽ രോഗം. ഇമോഷണലി നമ്മൾ രോഗികളാണ്. ഓക്കെ, ഇമോഷണലി രോഗികളാണ്, ഇൻ്റലക്ച്വലിയും രോഗികളാണ്. തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും ദീനം, രോഗം പിടിച്ചിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം, ലെമൻറ്റേഷൻസ് chapter 5 verses 16 and 17, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ പാപം ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു.
ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഹോസിയ ചാപ്റ്റർ 14:4, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഐ വിൽ ഹീൽ ദെയർ ഡിസ്ലോയൽറ്റി. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ബൈബിളിൽ ഇങ്ങനെ രോഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് രോഗം? നമ്മുടെ പിന്മാറ്റങ്ങളും പാപവും നമ്മുടെ വൈകാരിക തലങ്ങളിൽ വരുന്ന വിള്ളലുകളും എല്ലാം കൂടെ ചേർത്ത് വേദപുസ്തകം രോഗം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സൗഖ്യം? സുബോധമാണ് സൗഖ്യം. സുബോധമാണ് സൗഖ്യം. പ്രിയമുള്ളവരെ, അത് പെട്ടെന്ന് ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരനുഭവമല്ല, പക്ഷേ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരനുഭവമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നോ പറയേണ്ടത് നോ പറയാൻ പറ്റുന്നില്ല, യെസ് പറയേണ്ടടുത്ത് യെസ്സും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആകമാനം കുഴഞ്ഞ് ലോകത്തിൻ്റെ പ്രലോഭകങ്ങളായ തലങ്ങളിലൂടെ വഴുതിപ്പോകുന്ന ജീവിതഭാരങ്ങളിൽ സൗഖ്യം ആവശ്യമാണ്. നമുക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, നമുക്കൊരു വിടുതൽ ആവശ്യമാണ്, നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. അതിന് കുരിശിലേക്ക് നോക്കുക. എ സോഴ്സ് ഓഫ് ഹീലിംഗ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ ഉണ്ടാകേണ്ട സമൂലമായൊരു മാറ്റത്തെ അത് സൂചിപ്പിക്കുന്നു. ക്രോസ് എ സോഴ്സ് ഓഫ് ഹീലിംഗ്. നമ്പർ 3, എന്താണ് ക്രോസ് എക്സ്പീരിയൻസ്? ക്രോസ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ. അതൊരു നിർവൃതിയാണ്. കുരിശൊരു നിർവൃതിയാണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സംഖ്യാപുസ്തകം 21:5, നമ്പേഴ്സ് 21:5, അവിടെ ഒരു ചോദ്യം ഉയർത്തപ്പെട്ടു. എന്തിന് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു? ഇവിടെ ഞങ്ങൾക്ക് വെള്ളമില്ല, ഇവിടെ ഞങ്ങൾക്ക് ആഹാരമില്ല. എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു? പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു? ഇത് എപ്പോഴും നമുക്ക് ഉത്തരം തരുന്നൊരു ചോദ്യമല്ല, അല്ലേ? അങ്ങനെ ഒരു ഉത്തരമുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരമില്ല. എന്തുകൊണ്ട് കുട്ടികൾക്ക് ക്യാൻസർ വരുന്നു? എന്തുകൊണ്ട് കാറ്റാസ്ട്രോഫി വരുമ്പോൾ കുഞ്ഞുങ്ങൾ പിടങ്ങി വരുന്നത്? എന്തുകൊണ്ട് ഗാസ? എന്തുകൊണ്ട് ഉക്രൈൻ? എന്തുകൊണ്ട് പലായനങ്ങൾ? ഉത്തരവില്ല. Don't ask why to the Lord. ദൈവത്തോട് ഒരിക്കലും വൈ എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട് തന്നു എന്ന് ചോദിക്കരുത്. അത് അവിശ്വാസത്തിൻ്റെ ചോദ്യമാണ്. അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഓൾവേസ് ആസ്ക് ഹൗ ടു ഡീൽ വിത്ത് ദിസ്. വിശ്വാസത്തിൻ്റെ ചോദ്യം ഹൗ എന്നുള്ളതാണ്, വൈ എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ, നിങ്ങളൊരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ എന്തുകൊണ്ടിത് തന്നു, എന്തുകൊണ്ടിത് വന്നു എന്നുള്ളതല്ല. നിങ്ങൾക്കതിന് ഉത്തരം കിട്ടിയാൽ തന്നെ അതൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ ആകില്ല. മറിച്ച് നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, ഹൗ ടു ഡീൽ വിത്ത് ദിസ്. ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കർത്താവ് ഒരു സ്പെഷ്യൽ ഗ്രേസ് തരും, ഒരു സ്പെഷ്യൽ കൃപ. എന്തിനെന്നറിയാമോ? ചില സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ളതാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാര്യം എന്താണ്? പ്രിയമുള്ളവരെ, ബൈബിളിൽ എൻഡ്യൂറൻസ്, സഫറൻസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ മെറ്റേണൽ എക്സ്പീരിയൻസ്. അതൊരു മാതൃത്വാനുഭവമാണ്. എന്താണ് മെറ്റേണൽ എക്സ്പീരിയൻസ്? വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം, ജോൺ ദി ഗോസ്പൽ ചാപ്റ്റർ 16 verses 21 and 22. മലയാളത്തിൽ എങ്ങനെയാണ്? സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ടെങ്കിലും
ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുക്കുകയില്ല. ഹല്ലേലൂയ. ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഗർഭിണിയായൊരു സ്ത്രീക്ക് പ്രസവകാലം വരുമ്പോൾ ഒരുപാട് വ്യഥകളും ടെൻഷൻസും ശാരീരികമായി വേദനയുണ്ട്. അസഹനീയമായി 1000 അസ്ഥികൾ ഒടിഞ്ഞു വരുന്ന വേദനയോടെ എന്നൊക്കെയാണല്ലോ പറയുന്നത്. കൊടിയ ദുഃഖവും കൊടിയ വേദനയുമുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവൾ പിന്നത്തേതിലുള്ള അവൾ അനുഭവിച്ച ആ ദുഃഖത്തെ മറന്നുകളയുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ കൊടിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളതിനെ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം വലുതാണ്. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുക്കത്തില്ല, ആരും നിങ്ങളിൽ നിന്ന് എടുക്കത്തില്ല എന്ന് പറയുന്നു. ക്രോസ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ. അതൊരു നിർവൃതിയായി മാറുന്നു. മലയാളത്തിൽ ജയമോഹൻ്റെ ഒരു ആത്മകഥ, അത് ഒഴിമുറി എന്നൊരു മൂവിയായി മാറിയിട്ടുണ്ട്. അതിൽ വളരെ ഹൃദ്യമായൊരു രംഗം എങ്ങനെയാണ്, ഒരു യുവാവായൊരു ചെക്കൻ, അവൻ്റെ അപ്പൻ നേരത്തെ മരിച്ചുപോയി. സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് തൻ്റെ അപ്പനെക്കുറിച്ച് പറയുന്നു. അപ്പനെക്കുറിച്ച് നല്ലതൊന്നും പറയാൻ ഇയാൾക്കില്ല. ഇയാൾ പറയുന്നത്, എൻ്റെ അപ്പൻ ഭയങ്കര ക്രൂരനായൊരു മനുഷ്യനായിരുന്നു, എന്നെ ജനലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് പൊതിരെ തല്ലുമായിരുന്നു. അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് നല്ല ഓർമ്മകളല്ല. ഇതാര് പറയുകയാണ്? ഒരു യുവാവ് തൻ്റെ ഫ്രണ്ട്സിനോട് തൻ്റെ പഴയ കാലത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഇത് അടുക്കളയിൽ നിന്ന് ആര് കേൾക്കുന്നു? അമ്മ കേൾക്കുന്നു. അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, മക്കളെ, കൊച്ചുനാളിൽ നീ ഈ പിള്ളവാദം ഒരുതരം ആർത്രൈറ്റീസാണ് കേട്ടോ, പിള്ളവാദം പിടിച്ച ഒരു ചെക്കനായിരുന്നു. അപ്പം നിൻ്റെ കൈകൾക്ക് ബലമില്ല. നിൻ്റെ അപ്പൻ തന്നെ എടുത്തുകൊണ്ട് അടുത്തുള്ളൊരു വൈദ്യൻ്റെ അടുത്ത് പോയി. വൈദ്യൻ പറഞ്ഞു കൊടുത്തു, ഈ കൈകളെ ഇങ്ങനെ ജനലയിൽ വെച്ചിട്ട് പുറകെ നല്ല അടി പറ്റിക്കുമ്പോൾ വേദന കൊണ്ട് കൈ അങ്ങ് മുറുകെ പിടിക്കും. അങ്ങനെ മെല്ലെ അവൻ്റെ കൈകൾക്ക് ബലം വരും. ഇത് വൈദ്യൻ പറഞ്ഞു കൊടുത്ത ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ നിൻ്റെ അപ്പൻ നിന്നെ കൊണ്ടുവന്ന് ജനാലയിൽ നിർത്തി നിൻ്റെ പൊതിരെ തല്ലിയതാണ് കുട്ടാ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് അമ്മ പറഞ്ഞു തീർന്നപ്പോൾ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കാര്യം എന്ത്? അവനേറ്റ അടികളും അവനേറ്റ നൊമ്പരങ്ങളും അവൻ അഗാധമായി സ്നേഹിക്കപ്പെടുകയായിരുന്നു. ആ നൊമ്പരങ്ങളിലൂടെയും വേദനയിലൂടെയും കടന്നു പോയപ്പോൾ അവൻ അഗാധമായി സ്നേഹിക്കപ്പെടുകയായിരുന്നു. ഇന്നവൻ്റെ കൈകാലുകൾക്ക് നല്ല ബലം പ്രാപിച്ചിരിക്കുന്നു. ഒത്ത യൗവനക്കാരനായി മാറിയിരിക്കുന്നു. ഓടാനും ചാടാനും മരത്തിൽ കയറാനും പറ്റിയിരിക്കുന്നു. കാര്യം എന്ത്? അവൻ അഗാധമായി സ്നേഹിക്കപ്പെട്ടു. സഹനങ്ങളിലൂടെ കടന്ന് ജീവിതത്തിൻ്റെ മറ്റൊരു കോണിലേക്ക് നിങ്ങൾ പോയിട്ട് തിരികെ നോക്കുമ്പോൾ നിങ്ങളും തിരിച്ചറിയും, അന്ന് ഞാൻ അഗാധമായി സ്നേഹിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് കുരിശ് ഒരു നിർവൃതിയാണ് എന്ന് പറയുന്നത്. ഫിലോസഫിക്കലി ഇങ്ങനെ പറയാറുണ്ട്, ഈവൻ ദ ടൈനി തിങ്സ് ഓഫ് ദ വേൾഡ് ഈസ് എ മിനിയേച്ചർ ഓഫ് യൂണിവേഴ്സ്. ഈ ഭൂമിയിലെ അതിസൂക്ഷ്മമായ ഒരു വസ്തു പോലും ഈ പ്രപഞ്ചത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും എ മിനിയേച്ചർ ഓഫ് കാൽവരി പ്രതിനിധാനം ചെയ്യുന്നു. ഹല്ലേലൂയ. കാൽവരിയെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും കാൽവരിയെ, ക്രൂശിനെ പ്രതിനിധാനം ചെയ്യുന്നു. അത് ഏറ്റെടുക്കാൻ മടിക്കണ്ട. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്പർ 4, ക്രോസ് എക്സ്പീരിയൻസ്. 4ാമത്തെ ക്രോസ് എക്സ്പീരിയൻസ്. ക്രോസ് ഈസ് എൻ ആൾട്ടർനേറ്റീവ്, ഒരു ബദലാണ്. നമ്പേഴ്സ് 21 ഈ ജനത്തെ കടിക്കാൻ വേണ്ടി സർപ്പങ്ങൾ വന്നു. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ചാൽ ഭയങ്കര രസകരമാണ്. ഈ ആൾക്കാരിങ്ങനെ പോകുന്നു, മരുഭൂമിയിൽ ഇങ്ങനെ സർപ്പങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് ഇതെല്ലാം ഇവരെ കടിക്കാൻ തുടങ്ങി. കടിച്ചവർ ഇതിൻ്റെ വിഷമേറ്റ് പിടങ്ങി വീഴാനും തുടങ്ങി. അപ്പോഴാണ് ഇവർ ദൈവത്തോട് നിലവിളിച്ചത്.
അപ്പോൾ ദൈവം പറഞ്ഞു പെട്ടെന്നൊരു പരിഹാരം, ഒരു താമ്ര സർപ്പം ഉണ്ടാക്കുക, കൊടിമരത്തിൽ തൂക്കുക, കടിയേറ്റവരൊക്കെ അതിനെ നോക്കുമ്പോൾ രക്ഷപ്പെടും. എന്നെ അതിശയിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്, ദൈവത്തിന് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവിടെ എഴുന്നേറ്റ് വന്ന ആ സർപ്പങ്ങളെല്ലാം തൂത്തെറിഞ്ഞൂടെ? ഒറ്റ വാക്ക്, സർപ്പങ്ങളൊക്കെ പോ എന്ന് പറഞ്ഞാൽ സർപ്പം എല്ലാം പോയി, ദൈവത്തിനാണെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ മരുഭൂമിയിലെ ഒരു സർപ്പത്തെയും കർത്താവ് കൊന്നില്ല. അതിന് പകരം കടിയേൽക്കുമ്പോൾ നോക്കിക്കോ, ഇതാണ് കർത്താവ് പറഞ്ഞത്. കടിയേൽക്കുമ്പോൾ നോക്കിക്കോ, ഓക്കെ, രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടെ അന്ന് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പം അത് ഒരു ആൾട്ടർനേറ്റീവ്, ദൈവത്തിൻ്റെ, ഗോഡ്സ് ആൾട്ടർനേറ്റീവ്, ദൈവത്തിൻ്റെ ബദലായിരുന്നു. ദൈവത്തിൻ്റെ ബദൽ, ഗോഡ്സ് ആൾട്ടർനേറ്റീവ്. ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തെ നിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിയില്ല, പ്രശ്നം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഗോഡ് ക്രിയേറ്റഡ് ആൻ ആൾട്ടർനേറ്റീവ്, മറ്റൊരു സൊല്യൂഷൻ നിനക്കായി ഒരുക്കി. ഹല്ലേലൂയ, ദാറ്റ് ഈസ് ക്രോസ്. പ്രിയമുള്ളവരെ, ഞാനിന്ന് അനുഭവിക്കുന്ന പാപം എന്ന പ്രശ്നം, പ്രലോഭനം എന്ന പ്രശ്നം, സാത്താൻ എന്ന പ്രശ്നം, അന്ധതയും ഇരുട്ടും എന്ന പ്രശ്നം, അത് ഈ ലോകത്തിൽ തന്നെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മാറുന്നില്ല, മാറിയിട്ടില്ല. പക്ഷേ കർത്താവ് നമുക്ക് ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കെ ഒരു ആൾട്ടർനേറ്റീവ് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ആൾട്ടർനേറ്റീവ് ഈസ് ക്രോസ്. ആ ആൾട്ടർനേറ്റീവ്, ആ ബദലാണ് കുരിശ്, ആ ബദലാണ് കുരിശ്. അതുകൊണ്ടാണ് യോഹന്നാൻ 12, 32, 33 വാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഈ ലോകത്ത് ജീവൻ നഷ്ടപ്പെടുമ്പോഴും നിത്യജീവൻ്റെ ബദൽ രേഖയായി, നിത്യജീവൻ്റെ ആൾട്ടർനേറ്റീവായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒന്നിൻ്റെ പേരാണ് കുരിശ്. ഒന്നിൻ്റെ പേരാണ് കുരിശ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ആൾട്ടർനേറ്റീവ്സ്. നമ്മുടെ ദൈവം ഇതുപോലെ സമാന്തര രേഖകളുടെ, ബദൽ രേഖകളുടെ ഒരു മഹാദൈവം. നിങ്ങളുടെ വഴി മുടക്കാൻ കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് തടസ്സമായ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്, നിങ്ങളുടെ യാത്രയിൽ വൈതരണികളുണ്ട്, നിങ്ങളുടെ മുന്നിൽ അന്ധകാരത്തിൻ്റെ ശക്തികളുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ പോരാട്ടങ്ങളുണ്ട്. പകച്ചു നിൽക്കരുത്, പകച്ചു നിൽക്കരുത്. നിങ്ങൾ ആ സമയത്ത് കാൽവരിയിലേക്ക് നോക്കുമ്പോൾ അതിന് ബദലായി, അതിന് പകരമായി മറ്റൊരു വഴി നമുക്കായി തുറക്കപ്പെടുന്നു, നമുക്കായി തുറക്കപ്പെടുന്നു. അതാണ് കുരിശ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ ബദലുകളിൽ, ദൈവത്തിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ആകാൻ നമുക്ക് പറ്റുമോ? ദൈവത്തിൻ്റെ ബദലുകളായി നമുക്ക് മാറാൻ പറ്റുമോ? ഈ ലോകത്തിലെ പ്രതികൂലങ്ങൾക്കുപരിയായി ദൈവത്തിൻ്റെ ബദലാണ് കുരിശ് എന്ന് പറയുന്നത്. അതാണ് ഈ ഭാഗം നമ്മെ ഉറപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഏറ്റവും ഒടുവിലായി, ക്രോസ് ഈസ് എ ട്രയംഫൽ സക്സസ്, വിജയത്തിൻ്റെ ആഘോഷം. അതാണ് കുരിശ്. ക്രോസ് ഈസ് എ ട്രയംഫൽ സക്സസ്. നമ്പേഴ്സ് 21:5. മരുഭൂമിയിൽ മരിക്കേണ്ടതിനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇതാണ് ചോദ്യം. മരുഭൂമിയിൽ മരിക്കേണ്ടതിനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? ആ കൊടിമരത്തിൽ തൂക്കിയ സർപ്പത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, മരുഭൂമിയിൽ മരിക്കേണ്ടതിനല്ല, മരണത്തെ തോൽപ്പിക്കാനാണ് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ നീ മരിക്കാനല്ല ഞാൻ കൊണ്ടുവന്നത്, മരണമുണ്ട്, പക്ഷെ മരണത്തെ നീ തോൽപ്പിക്കും. ട്രയംഫൽ സക്സസ്. അതിനാണ് നിന്നെ കൊണ്ടുവന്നത്, അതിനാണ് നിന്നെ കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്താണ് കുരിശിലും സംഭവിച്ചത്? ഹീബ്രൂസ് ചാപ്റ്റർ 2:15. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. കുരിശിലൂടെ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. കൊലോസ്യർ 2:13-15. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ട് ഒരു ധ്യാനഗുരു ഇങ്ങനെ പറഞ്ഞു, റിസറക്ഷൻ ഈസ് നോട്ട് എ വിക്ടറി ഓവർ ക്രോസ്, ബട്ട് റാദർ ഇറ്റ് ഈസ് എ വിക്ടറി ഓഫ് ക്രോസ്. റിസറക്ഷൻ ഈസ് നോട്ട് എ വിക്ടറി ഓവർ ക്രോസ്, ബട്ട് റാദർ ഇറ്റ് ഈസ് എ വിക്ടറി ഓഫ് ക്രോസ്. പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ അത് കുരിശിൻ്റെ വിജയമാണ്. അതുകൊണ്ട് മറ്റൊരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രോസ് എ സിഗ്നേച്ചർ ഓഫ് ദി റിസൺ. സിഗ്നേച്ചർ ഓഫ് ദി റിസൺ, ഉത്ഥിതൻ്റെ കയ്യൊപ്പ്, ഉത്ഥിതൻ്റെ കയ്യൊപ്പ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്കൊരു വിളിയുണ്ട്.
മരണത്തെ തോൽപ്പിക്കാൻ ഒരു വിളിയുണ്ട്. ഈ മരണമെന്ന് ബൈബിളിൽ കുറേ മരണങ്ങളുണ്ട് കേട്ടോ. ബൈബിളിൽ എത്ര മരണമുണ്ട്? ദേഹവിയോഗം, ശരീരത്തിൽ നിന്ന് കാറ്റ് പോവുക, ഒരു മരണം. ഓക്കെ, ഒരു മരണമാണ്. പിന്നെ നമുക്ക് രണ്ടാമൊരു മരണമുണ്ട്. നമ്മുടെ ആത്മാവ് തന്നെ പാതാളത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു മരണം. മൂന്നാമതൊരു മരണമുണ്ട് കേട്ടോ, അതും പ്രധാനമാണ്. മൂന്നാമതൊരു മരണമുണ്ട്. 1 യോഹന്നാൻ 3:14. യോഹന്നാൻ സുവിശേഷമല്ല, യോഹന്നാൻ ലേഖനം. 1 John 3:14. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. നമ്മൾ സഹോദരന്മാരെ സ്നേഹിക്കുമ്പോൾ നാം മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പോൾ കുരിശ് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും ഒരു കരുത്ത് തരുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കാൻ, പെയിൻ ഓഫ് ലവ്, അതല്ലേ കുരിശ്, പെയിൻ ഓഫ് ലവ്. ഒരുവൻ സ്വന്തം സഹോദരന് വേണ്ടി, കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു സ്നേഹം ഇവിടെ ഇല്ല. കർത്താവ് പറഞ്ഞു, അതിനപ്പുറം ഒരു സ്നേഹം ഇവിടെ ഇല്ല. പെയിൻ ഓഫ് ലവ്. പക്ഷെ ഞാൻ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നത്തെ കുട്ടികൾക്ക് ഈ ലവും ലസ്റ്റും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ലവ് ഈസ് നോട്ട് പ്ലഷർ. മനസ്സിലാക്കുന്നുണ്ടോ? ലവ് എന്ന് പറഞ്ഞാൽ ഉന്മാദമല്ല. ലവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തുടങ്ങി ശരീരത്തിൽ അവസാനിക്കുന്ന മമതകളുടെ പേരല്ല. ലവ് ഈസ് നോട്ട് പ്ലഷർ, ലവ് ഈസ് പെയിൻ. സ്നേഹം വേദനയാണ്. അത് ഒഴിവാക്കലുണ്ട്, വെറുമയാക്കലുണ്ട്, ഉപേക്ഷിക്കലുണ്ട്, സഹനമുണ്ട്. അങ്ങനെയാണ് സ്നേഹം. ഞാൻ ഇപ്പോൾ പൂജപ്പുര പള്ളിയിലാണ്. അതിന് മുമ്പ് നെല്ലിക്കാക്കുഴി എന്നൊരു പള്ളിയിൽ അച്ഛനായിരുന്നു. അവിടെ നെല്ലിക്കാക്കുഴി ഇടവകയിൽ ചർച്ചിൽ അവിടെ ഒരു വിപുലമായൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് രോഗികളൊക്കെ ഇങ്ങനെ സന്ദർശിച്ച് അവർക്ക് സഹായങ്ങളൊക്കെ കൊടുക്കുന്നൊരു ശുശ്രൂഷ പള്ളി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഈ തട്ടടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാരത്തിൽ നിന്ന് വീണ് നട്ടൽ പൊട്ടിയ 12 വർഷം കൊണ്ട് കിടക്കുന്ന ഒരു സഹോദരനുണ്ട്. 12 വർഷം കൊണ്ട് ഒരേ കിടപ്പിലാണ്. അവർക്ക് 3 മക്കളുണ്ട്, 3 പെൺകുട്ടികളാണ്, 3 മക്കൾ. 12 വർഷം കൊണ്ട് ഒരേ കിടപ്പിലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ശരീരത്തിൻ്റെ പകുതി അദ്ദേഹത്തിന് ടച്ച് സെൻസ് ഇല്ല, കംപ്ലീറ്റ്ലി സെൻസ് ഇല്ല, എന്താണെന്ന് അറിയത്തില്ല, വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്ന് അദ്ദേഹം ഇവിടുത്തെ മസിൽസിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി മോഷൻ പോകാൻ പറ്റത്തില്ല. ഓക്കെ, മോഷൻ പോകത്തില്ല. മേ ബി എന്നെ കേൾക്കുന്നവരിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. ഞാനിത് കണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. മോഷൻ പോകത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ആശുപത്രി കൊണ്ടുപോകുമ്പോൾ 1.5 ദിവസം വെച്ച് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ആശുപത്രി കൊണ്ടുപോകും, മോഷൻ എടുക്കും. ഇനി 12 വർഷം കൊണ്ട് എങ്ങനെയാണ് ആശുപത്രിക്കാർ മോഷൻ എടുക്കുക? നടക്കുന്ന കാര്യമില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എല്ലാ ദിവസവും ഗ്ലൗസ് ഇട്ട് ആ മനുഷ്യൻ്റെ മോഷൻ എടുക്കാൻ ഭാര്യയെ പഠിപ്പിച്ചു. ഓക്കെ, ഭാര്യയെ പഠിപ്പിച്ചു. അപ്പോൾ എല്ലാ ദിവസവും ഭാര്യയുടെ ജോലി എന്താണ്? രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഭർത്താവിനെ ക്ലീൻ ചെയ്യുക, ഭർത്താവിൻ്റെ മോഷൻ എടുക്കുക. 12 വർഷം കൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അന്ന് ഈ മനുഷ്യന് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും ഒരു ചെറിയ പനിയൊക്കെ വന്നു. ഞങ്ങൾ കൊടുക്കേണ്ട സഹായമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ആ സ്ത്രീ എൻ്റെ ഫ്രണ്ടിൽ വന്ന് കൈ കൂപ്പിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കുന്നല്ലോ. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ. അച്ഛാ, എത്ര കാലം വേണേലും ഞാൻ നോക്കിക്കോളാം, ഇങ്ങനെ കിടന്നു കയറണം, ജീവൻ എടുക്കരുത്. എത്ര കാലം വേണേലും ഞാൻ നോക്കിക്കോളാം, ജീവൻ എടുക്കരുത്, എനിക്ക് വേണം. എത്ര കാലം വേണേലും ഞാൻ നോക്കിക്കോളാം. സത്യത്തിൽ എൻ്റെ വായിൽ നിന്നൊന്നും വരണില്ല. സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണോ
എൻ്റെ വായിൽ നിന്നൊന്നും ഒരു ശബ്ദവും വരുന്നില്ല. ഞാനിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പ്രാർത്ഥിച്ച വീരനാണ് കേട്ടോ, അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച ആളാണ്. എനിക്ക് സംസാരശേഷി പോയി. ഞാനിങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. ലവ് എന്നൊക്കെ പറഞ്ഞ് ഇതാണോ? നമ്മുടെ കുട്ടികളിത് മനസ്സിലാക്കുന്നുണ്ട്. ലവ് ഈസ് നോട്ട് ലസ്റ്റ്, ലവ് ഈസ് നോട്ട് പ്ലഷർ. ഓക്കെ, അതാണ് സഹോദരനെ സ്നേഹിച്ചാൽ നിനക്ക് ജീവനുണ്ട്. സഹോദരനെ സ്നേഹിക്കാത്തിടത്തോളം കാലം നീ മരണത്തിലാണ്. ഈ കുരിശ് നിനക്ക് സ്നേഹത്തിൻ്റെ തീക്ഷ്ണത തരുന്നു. സ്നേഹത്തിൻ്റെ കുരിശോളം സ്നേഹിക്കുക, അത്ര തന്നെ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ദിസ് മച്ച്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ക്രോസ് ഈസ് എ ട്രയംഫൽ സക്സസ്. കുരിശ് ഈ വിജയത്തിൻ്റെ ആഘോഷമാണ്. സിഗ്നേച്ചർ ഓഫ് ദി റിസനാണ്. ഉദ്ധിതൻ്റെ കയ്യൊപ്പാണ്. അത് വല്ലാത്ത അപാരമായൊരു ശക്തിയാണ്. ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമ്മിലേക്ക് പ്രസരിക്കുന്നതും ഇതാണ്. മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. രണ്ട് കാര്യങ്ങൾ, ജക്സ്റ്റപ്പോസിങ് ടു മാറ്റേഴ്സ്. ഓക്കെ, രണ്ട് കാര്യങ്ങളെ നമ്മളിങ്ങനെ നടത്തിയിട്ട് എന്താണ് കുരിശനുഭവം എന്ന് പഠിച്ചു. 5 കാര്യങ്ങൾ. നമ്പർ 1, ക്രോസ് ഈസ് എൻ ആൻസർ. കുരിശ് ഒരു ഉത്തരമാണ്. അടിയനിതാ എന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ഉത്തരം. നമ്പർ 2, ക്രോസ് ഈസ് ദ സോഴ്സ് ഓഫ് ഹീലിംഗ്. വല്ലാത്ത രോഗാതുരമായ മനസ്സും ചിന്തയും സുഖപ്പെടാൻ കർത്താവ് തരുന്ന ഔഷധം. നമ്പർ 3, ക്രോസ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ. അതൊരു നിർവൃതിയാണ്. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും അത് നിനക്കൊരു മെറ്റേണൽ എക്സ്പീരിയൻസ് ആയി മാറും. ഈ സഹനത്തിലൂടെ നടന്ന് ആത്യന്തിക സന്തോഷത്തിൽ എത്തിച്ചേരും. ആർക്കും എടുത്തു കളയാൻ കഴിയാത്തൊരു സന്തോഷത്തിൽ. നമ്പർ 4, ഈ ലോകത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ വരും. ക്രോസ് ഈസ് എൻ ആൾട്ടർനേറ്റീവ്. ദൈവത്തിൻ്റെ ഒരു ബദലാണത്. ആൻഡ് നമ്പർ 5, ക്രോസ് ഈസ് എ ട്രയംഫൽ സക്സസ്. അത് ഒരു ജയോത്സവമാണ്. സ്നേഹത്തിൻ്റെ ജയോത്സവമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ ഈ കുരിശനുഭവം നമ്മുടെയും അനുഭവമായി മാറട്ടെ. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും സമൃദ്ധമായി ദൈവകൃപ ആശംസിക്കുന്നു. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഈ വചനത്താൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം.